ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷി ടീച്ചർ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സബ്ജക്റ്റ് ആണ് കേട്ടോ. മക്കൾ റെഡി ആണല്ലോ? നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാല്ലേ? അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ എക്സാം പേപ്പറിൽ കൂട്ടുകാർക്ക് ഇതുപോലെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ കുട്ടിയുടെ പേര് എന്നുള്ളിടത്ത് മക്കൾ നിങ്ങളുടെ പേര് എഴുതണം, സ്കൂൾ എന്നുള്ളിടത്ത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതണം, ഡിവിഷൻ ക്ലാസ് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സും ഡിവിഷനും കൃത്യമായി തെറ്റാതെ എഴുതാൻ ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോവാല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് പ്രവർത്തനം 4 മക്കളെ. പ്രവർത്തനം 3 വരെ നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്ത കൂട്ടുകാരുടെ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യാം, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പ്രവർത്തനം 4 മക്കൾക്ക് 2 പ്രവർത്തനങ്ങളുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം മക്കൾ എന്ത് ചെയ്ത് ആൻസർ ചെയ്താൽ മതി. അപ്പൊ 4A ഉണ്ട്, അതുപോലെ 4B ഉണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, അത്തരത്തിൽ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കള് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുക, ചാടിക്കറി എഴുതുക. അതല്ല, 2ന്റെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ഓക്കെ, 4Aയും വായിക്കാം, 4Bയും വായിക്കാം. എന്നിട്ട് കൂട്ടുകാർക്ക് ഈസി ഏതാണ്, അല്ലെങ്കിൽ കൂട്ടുകാർ കുറച്ചും കൂടി കൂടുതൽ ആൻസർ നല്ല രീതിയിൽ എഴുതാൻ പറ്റും എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ഏതാണോ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ 4A നമുക്ക് നോക്കാം. സംഭാഷണം എഴുതാം. എന്താണ് മക്കളെ? സംഭാഷണം എഴുതാം എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് മക്കളെ, ആബിദക്കുട്ടിയുടെ കൈവിട്ട് പറന്നുയർന്ന പട്ടൂസ് മാനത്ത് പറന്നു നടന്നു. അവന് ആകെ പ്രയാസമായി. പട്ടൂസിന്റെ വിഷമം കണ്ട് അമ്പിളിയമ്മാവൻ കാര്യം തിരക്കി. എന്തൊക്കെയാവും പട്ടൂസും അമ്പിളിമാമനും തമ്മിൽ പറഞ്ഞിരിക്കുക? സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ. എന്താണ് മക്കളെ സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ആബിദക്കുട്ടിയുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പറന്നുയർന്ന നമ്മുടെ പട്ടമായിട്ടുള്ള പട്ടൂസ് ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. അവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങ് മാനത്തൂടെ പറന്നടക്കാണ് അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ എന്താവാൻ തുടങ്ങി മക്കളെ? അവന് ചില പ്രയാസങ്ങളൊക്കെ വരാൻ തുടങ്ങിയില്ലേ. അവന് തിരിച്ചു പോകാനായിട്ട് സാധിച്ചോ? ഇല്ല അല്ലേ. അപ്പൊ പട്ടൂസിന്റെ വിഷമം കണ്ടിട്ട് നമ്മുടെ അമ്പിളി അമ്മാവൻ എന്ത് ചെയ്തു മക്കളെ? അവനോട് കാര്യം തിരക്കി. അപ്പം എന്തൊക്കെയായിരിക്കാം നമ്മുടെ പട്ടൂസും അമ്പിളി മാമനും തമ്മില് സംസാരിച്ചിട്ടുണ്ടായിരിക്കുക, തമ്മിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് കണ്ടെത്തിയിട്ട് സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാനാ മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ അമ്പിളി മാമന്റെ ഒരു ഡയലോഗാണ് തന്നിട്ടുള്ളത്. എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്താ മക്കളെ അമ്പിളി മാമൻ ചോദിച്ചിട്ടുള്ളത്? എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. പിന്നീട് പട്ടൂസ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക, അമ്പിളി മാമൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ, അപ്പൊ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് നടത്തുന്ന സംഭാഷണമാണ് അല്ലെ. ഓക്കെ മക്കളെ, അവിടെ നമുക്കറിയാം ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അടുത്ത ആൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന് മറുപടി ആയിരിക്കും പറയാ. വീണ്ടും ഒരു ചോദ്യം, പിന്നീട് അതിന് മറുപടി. ഏകദേശം ആ ഒരു പാറ്റേണിലാണ് അത് പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അമ്പിളി മാമൻ ചോദിച്ചത് എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചു അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ പട്ടൂസ് എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. എനിക്ക് ഉയരത്തിൽ പറക്കാൻ കൊതിയായിരുന്നു മാമ, അതിനാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. അപ്പൊ വീണ്ടും അമ്പിളിമാമൻ ചോദിക്കാണ്, എന്നിട്ട് ഇപ്പോൾ എന്തു പറ്റി? പട്ടൂസ് എന്താ പറഞ്ഞത്? എനിക്ക് നല്ല ഉയരത്തിൽ പറക്കാൻ കൊതിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടോട്ട് വന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അമ്പിളിമാമൻ എന്താ ചോദിച്ചിട്ടുള്ളത്? എന്നിട്ട് ഇപ്പോ നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു അല്ലെ. പട്ടൂസ് വീണ്ടും എന്താ മറുപടി പറയുന്നത് നോക്കിക്കേ മക്കളെ. ഇപ്പോൾ എനിക്ക് താഴേക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ആബിദക്കുട്ടിയെ കാണണം. എന്താ പട്ടൂസിന്റെ പ്രശ്നം? അവന് നല്ല രസത്തോട് കൂടിയായിരുന്നു അങ്ങ് മുകളിലേക്ക് പറന്നുയർന്ന് പോയിട്ടുണ്ടായിരുന്നതില്ലേ. പക്ഷെ ഇപ്പൊ അവന് വിചാരിച്ച പോലെ താഴേക്ക് പോകാനായിട്ട് പറ്റിയില്ല. അവനാണെങ്കിൽ ആരെ കാണാനുള്ള കൊതിയും കൂടി വന്നു? ആബിദക്കുട്ടിയെ കാണാനായിട്ടുള്ള കൊതി കൂടി വന്നു അല്ലെ. അപ്പൊ അമ്പിളിമാമൻ എങ്ങനെയാ മക്കളെ അവനോട് മറുപടി പറയും നോക്കിക്കേ.
നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? പട്ടൂസേ നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എന്ത് ചെയ്യാം, നിന്നെ സഹായിക്കാം എന്ന് ആര് പറഞ്ഞു മക്കളെ? നമ്മുടെ അമ്പിളി മാമൻ പറഞ്ഞു. അപ്പൊ പട്ടൂസ് എന്താണ് പറയുന്നത്? നന്ദി അമ്പിളി മാമ എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നും കൂടി വായിക്കാം. അമ്പിളി മാമൻ ചോദിക്കുകയാണ്, എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? പട്ടൂസ്, എനിക്ക് ഉയരത്തിൽ പറക്കാൻ കൊതിയായിരുന്നു, അതിനാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. അമ്പിളി മാമൻ, എന്നിട്ടിപ്പോൾ എന്തു പറ്റി? പട്ടൂസ്, ഇപ്പോൾ എനിക്ക് താഴേക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ആബിദക്കുട്ടിയെ കാണണം. അമ്പിളി മാമൻ, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. പട്ടൂസ്, നന്ദി അമ്പിളി മാമ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ എക്സാമുകൾക്ക് പോകുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ മക്കള് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അതിലെ കഥ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരത്തില് അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കൂട്ടുകാർക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. ഗദ്യ രൂപത്തിലാക്കാം. താഴെ നൽകിയ കവിത വായിച്ച് ആശയം ചോർന്നു പോകാതെ പൂർണ്ണ വാക്യങ്ങളാക്കി എഴുതൂ. അതായത് താഴെ നമുക്ക് ഒരു കവിത തന്നിട്ടുണ്ട്. ഈ കവിതയെ നന്നായിട്ട് വായിച്ച് അതിന്റെ ആശയം ഒട്ടും ചോർന്നു പോവാതെ അതിനെ വാക്യങ്ങളാക്കി മാറ്റി എഴുതാനാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് ജസ്റ്റ് കവിത ഒന്ന് വായിച്ചു നോക്കാം. നോക്കിക്കേ. ചിറകു കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നനയ്ക്കുന്നു, നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു, കാടിന്മീതെ വയലിന്മീതെ കടലിന്മീതെ പോകണമോ, കുഞ്ഞിക്കാറ്റു കളിച്ചു നടക്കും കുന്നിൻ ചെരുവിലിരിക്കണമോ. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി വായിക്കാം കേട്ടോ. കവിതയിലുള്ള ന്യൂ വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. കുരുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? മുളച്ചു. നനയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നു. ചിന്നക്കുരുവി എന്ന് പറഞ്ഞാൽ ചെറിയ കുരുവിക്കാണ്. നോക്കിക്കേ മക്കളെ. ചിറകു കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നനയ്ക്കുന്നു. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ചിറക് കുരുത്തു തുടങ്ങും മുമ്പേ, അതായത് കുരുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? മുളച്ചു വരുന്നതിന് മുമ്പേ ഒരു ചിന്നക്കുരുവി, അതായത് ഒരു ചെറിയ കുരുവി നനയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നു. എന്താ വിചാരിക്കുന്നത്? നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു. നീലാകാശം അതിന്റെ അടുത്ത് വന്നിരുന്നിട്ട് പതിയെ അതിനെ വിളിക്കുകയാണല്ലേ. എന്ത് പറഞ്ഞാ വിളിക്കുന്നത്? കടലിന്മീതെ വയലിന്മീതെ കാടിന്മീതെ വയലിന്മീതെ കടലിന്മീതെ പോകണമോ. ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? കാടിന്റെ മീതെ പോകണോ, അല്ലെങ്കിൽ വയലിന്റെ മീതെ പോകണോ, അല്ലെങ്കിൽ കടലിന്റെ മീതെ പോകണമോ എന്ന് ചോദിക്കുകയാണല്ലേ. കുഞ്ഞിക്കാറ്റു കളിച്ചു നടക്കും കുന്നിൻ ചെരുവിലിരിക്കണമോ. പിന്നെന്താ ചോദിക്കുന്നത്? കുന്നിൻ ചെരുവിലിരിക്കണമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇതാണ് മക്കളെ നമുക്ക് തന്നിട്ടുള്ള കവിത. നമുക്ക് അതിന് എന്ത് ചെയ്യാം? വാക്യത്തിലോട്ട് എഴുതാം അല്ലെ. നോക്കിക്കേ. ചിറകുമുളച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കുരുവി വിചാരിക്കുന്നു, കൂട്ടിലരികിൽ നിന്ന് നീലാകാശം അതിനെ മെല്ലെ വിളിക്കുന്നു. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ കൂട്ടിന്റെ അരികിൽ നിന്നല്ല, അതായത് അതിന്റെ കൂടിന്റെ അടുത്ത് നിന്ന് നീലാകാശം അതിനെ പതിയെ വിളിക്കുകയാണ്. കാടിനും വയലിനും കടലിനും മീതെ പറന്നു പോകണമോ, അതോ കുഞ്ഞിക്കാറ്റ് കളിച്ചു നടക്കുന്ന കുന്നിൻ ചെരുവിൽ ഇരിക്കണമോ. എന്താ അത് ചോദിക്കുന്നത്? കാടിനും വയലിനും അതുപോലെ തന്നെ കടലിനും ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പൊ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലെ കൂടെ പോകണോ, അല്ലെങ്കിൽ കുഞ്ഞിക്കാറ്റ് കളിച്ചു നടക്കുന്ന കുന്നിൻ ചെരുവിൽ ഇരിക്കണമോ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പൊ വളരെ സിമ്പിൾ ആണ് മക്കളെ. നിങ്ങൾ 1-2 തവണ നിങ്ങൾക്ക് ആ ഒരു കവിത വായിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത്തരത്തില് വാക്യത്തിലോട്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രവർത്തനം 5. ഇവിടെ പ്രവർത്തനം 5 മക്കൾ എന്തുണ്ട് മക്കളെ? 2 പ്രവർത്തനം ഉണ്ട് കേട്ടോ. A, B. അതിൽ ഏതെങ്കിലും ഒന്ന് മക്കൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 5A നോക്കാം അല്ലെ. കത്തെഴുതാം. മൈക്കിൾ ചേട്ടന്റെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയുടെ അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? യാത്ര പോയ കുട്ടി തന്റെ അനുഭവങ്ങൾ കൂട്ടുകാരനായ സോനുവിന് ഒരു കത്തിലൂടെ എഴുതി അറിയിച്ചു.
എന്തൊക്കെയായിരിക്കും കത്തിലെ വിശേഷങ്ങൾ? എഴുതി നോക്കൂ. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ മൈക്കിൾ ചേട്ടന്റെ സൈക്കിളും വാങ്ങി ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയെ കുറിച്ചിട്ട്. ഓക്കെ, അവൻ യാത്ര പോയ സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ അതെല്ലാം ഉൾപ്പെടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്? അവന്റെ കൂട്ടുകാരനായിട്ടുള്ള സോനുവിന് ഒരു കത്തെഴുതാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും കത്തിലെ വിശേഷങ്ങൾ? അതേ കണക്ക് ഒരു കത്ത് എഴുതാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കേ, നമുക്കറിയാം അല്ലെ, കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് എഴുതണം. അതുപോലെ തന്നെ ഡേറ്റ് കൃത്യമായിട്ട് തെറ്റാതെ മക്കൾ എഴുതണം. ഓക്കെ, നമുക്കറിയാം കത്തൊക്കെ എഴുതുന്ന സമയത്ത് അതിനൊരു എന്തുണ്ട് മക്കളെ? ഒരു ഫോർമാറ്റ് ഉണ്ട്. അതേ രീതിയിൽ മക്കൾ എഴുതണം, എങ്കിലേ നിങ്ങൾക്ക് അതിന്റെ മുഴുവൻ മാർക്കും കിട്ടും. അല്ലാതെ ഒരുപാട് നമ്മൾ വലിച്ചു വാരി എഴുതി വെച്ചതുകൊണ്ട് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിലൊരു സെക്ഷനാണ് മക്കളെ കത്ത് എഴുതുന്നതിന് മുന്നായിട്ട് പ്ലേസും ഡേറ്റും എഴുതുക. അതുപോലെ തന്നെ ഇതുപോലൊരു സ്റ്റാർട്ടിങ്. പ്രിയപ്പെട്ട സോനുവിന് സുഖമാണെന്ന് കരുതുന്നു. ഞാൻ നിനക്ക് ഈ കത്തെഴുതുന്നത് ഒരു രസകരമായ വിശേഷം പറയാനാണ്. ഞാൻ മൈക്കിൾ ചേട്ടന്റെ സൈക്കിളിൽ ഒരു യാത്ര പോയിരുന്നു. ബെല്ലില്ല, ബ്രേക്ക് ഇല്ല എന്നൊക്കെ മൈക്കിൾ ചേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു സൈക്കിളിൽ തന്നെ യാത്ര തിരിച്ചു. ആകാശത്ത് എത്തിയപ്പോൾ അവിടെ മേഘത്തിൽ ചന്ദ്രൻ ഇരിക്കുന്നത് കണ്ടു. വളരെ സന്തോഷം തോന്നിയ ഒരു അനുഭവമായിരുന്നു അത്. നേരിൽ കാണുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ, സ്നേഹത്തോടെ. അപ്പൊ നമ്മൾ ആ ഒരു കുട്ടിക്ക് ജസ്റ്റ് ഇവിടെ പേര് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്തൊക്കെയാണ് ഡയറി എഴുതുന്ന സമയത്ത് ഈ കാണുന്ന, അതായത് ഈ ഡേറ്റ് എഴുതുക, പ്ലേസ് ചെയ്ത്, അതുപോലെ ഇതുപോലെ ഒരു സ്റ്റാർട്ടിങ് വേണം. എൻഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഒരു ആരാണ് എഴുതിയത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം. നോക്കിയല്ല മക്കളെ? അപ്പൊ നിങ്ങൾക്ക് മലയാളമായി ബന്ധപ്പെടുത്തിയിട്ട് മിസ് നേരത്തെയും പറഞ്ഞു, കൃത്യമായിട്ട് ഓരോ പ്രവർത്തനങ്ങളുടെയും ഉത്തരം എഴുതണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിച്ചു പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ല മക്കളെ? ഇനി 5B നോക്കിക്കേ മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇപ്പം തന്നെ എഴുതി പഠിക്കുക കേട്ടോ. എന്താണ്? യാത്രാനുഭവ വിവരണം. എവിടേക്കെങ്കിലും ഒന്നും മക്കൾ പോയിട്ടില്ല, നിങ്ങളുടെ ഫാമിലീസിനൊപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സിനൊപ്പം ഒക്കെ നിങ്ങൾ എവിടേക്കെങ്കിലും ഒക്കെ യാത്ര തിരിച്ചിട്ടുണ്ടായിരിക്കല്ലോ മക്കളെ. അപ്പം ആ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവ വിവരണം നിങ്ങൾ എന്ത് ചെയ്യുക? അതായത് യാത്ര വിവരണം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക മക്കളെ. നമുക്ക് എക്സാമിന് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ഇനിയിപ്പോ ദൂര സ്ഥലങ്ങളിലേക്കൊന്നും ഞാൻ പോയില്ലല്ലോ ടീച്ചറേ എന്ന് ആലോചിച്ചൊന്നും വിഷമിക്കില്ല. നിങ്ങൾ പോയിട്ടുള്ള ഏറ്റവും ചെറിയ പ്ലേസ് ആയെങ്കിലും മതി. നിങ്ങൾ എപ്പം പോയി, ആരോടൊപ്പം പോയി, അവിടെ എന്തൊക്കെയാ മക്കൾ കാഴ്ചകൾ കണ്ടിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എഴുതാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കുറച്ച് എഴുതാനൊക്കെ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി തന്നെ പഠിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. നിരവധി യാത്രകൾ കൂട്ടുകാർ നടത്തിയിട്ടുണ്ടല്ലോ. അവയിൽ ഏറ്റവും ഇഷ്ടമായ യാത്ര ഏതാണ്? യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നവരെയും കണ്ട കാഴ്ചകളെയും ഉൾപ്പെടുത്തി ആകർഷകമായ ഭാഷയിൽ ഒരു യാത്രാനുഭവങ്ങൾ ഒന്ന് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു യാത്രയെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം മക്കൾ? നന്നായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. നോക്കിക്കേ മക്കളെ, എന്റെ മനോഹരമായ വയനാട് യാത്ര. ഞാൻ നടത്തിയ യാത്രകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുടുംബത്തോടൊപ്പം വയനാട്ടിലേക്ക് നടത്തിയ യാത്രയാണ്. വേനലവധിക്കാലത്തായിരുന്നു ആ യാത്ര. അച്ഛനും അമ്മയും ചേച്ചിയും എന്റെ കൂടെയുണ്ടായിരുന്നു. ചുരം കയറി മുകളിലേക്ക് പോകുമ്പോൾ താഴെ കണ്ട കാഴ്ചകൾ കാണാൻ നല്ല രസമായിരുന്നു. വഴിയിലുടനീളം തണുത്ത കാറ്റും പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വയനാട്ടിലെത്തി ഞങ്ങൾ ബാണാസുര സാഗർ അണക്കെട്ട് കണ്ടു. അണക്കെട്ടിലെ വെള്ളവും അതിനു ചുറ്റുമുള്ള മലനിരകളും വളരെ മനോഹരമായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്തു. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ചിലവഴിച്ച ആ ദിവസം എനിക്ക് എന്നും ഓർമ്മ നിൽക്കുന്ന ഒന്നാണ്. കണ്ടോ മക്കളെ? അപ്പം എന്തിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്? വയനാട്ടിലേക്ക് നടത്തിയിട്ടുള്ള ഒരു യാത്രയുടെ വിവരണമാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതുപോലെ മക്കൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു യാത്രയെ കുറിച്ച് ജസ്റ്റ് ഒരു വിവരണം മക്കളെ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അത് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും മക്കൾ നോക്കുക, ആൻസർ സ്വയം എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ നിങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു യാത്രയുടെ വിവരണവും മക്കളെ നിർബന്ധമായിട്ടും പഠിച്ചിരുന്നു.
ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.